73-ലാണല്ലോ ഗുരുജി നമ്മളെ വിട്ടു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ദേവർശ്രീ സർസംഘചാലയാകുന്നു. അപ്പോൾ ദേവർശ്രീയായിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? ദേവർഷിയായിട്ട് നമ്മൾ ശരിക്ക് ഞങ്ങൾ ഞാൻ 62-ലാണ് നാഗപ്പൂർ OTC പോയത്. അപ്പോൾ ആ സമയത്ത് ദേവർഷി അവിടുത്തെ നാഗപ്പൂരിൻ്റെ പ്രാന്ത പ്രചാരകനാണ്. അപ്പോൾ പ്രചാരകന്മാരായിട്ടുള്ള നമ്മുടെ എല്ലാം ചർച്ചാ പ്രമുഖ് ദേവർഷിയായിരുന്നു. അതുകൊണ്ട് ചർച്ചാ പ്രമുഖം നമ്മൾ എന്നുള്ളെങ്കിൽ ആ തരത്തിൽ തന്നെ വളരെ നല്ല അടുത്ത ബന്ധം. കാരണം ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് അദ്ദേഹം വിളിക്കാൻ സാധിക്കും ചർച്ചാ പ്രമുഖം എന്നുള്ള നിലയ്ക്ക്. ആ ചർച്ചാ കേട്ടിൽ തന്നെ നമ്മൾ പൊതുവെ ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മൾ അനങ്ങാതിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഓരോരുത്തരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. അപ്പോൾ എന്നോടും ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ അഭിപ്രായം പറയാൻ പറഞ്ഞു. ഞാൻ പറയുമ്പോഴേക്കും ഹിന്ദി വാക്കുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു മലയാളത്തിൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പരീക്ഷയുണ്ട്. പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ മലയാളത്തിലാണല്ലോ എഴുതി പരീക്ഷ എഴുതിയത്. അപ്പോൾ അദ്ദേഹം പേപ്പർ നോക്കണം എന്നിട്ട് പറയണം. അതേപോലെ തന്നെ ഓറൽ ഇതുണ്ട്. ഓറൽ അദ്ദേഹം പറയുമ്പോൾ നമുക്ക് സംസാരിക്കാനൊക്കെ കഷ്ടിച്ച് സാധിക്കും. പക്ഷേ ഈ പരീക്ഷ മലയാളത്തിൽ എഴുതിയ സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് ആ ചോദ്യം അതിൻ്റെ ഉത്തരം എഴുതും. ശരി, ഇത്ര മാർക്ക് കൊടുക്കും, എന്നെ കൊടുത്ത് തന്നെ കടലാസ് എഴുതിക്കും. ആ രീതിയിൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ആൾ എങ്ങനെയാണ് എന്നുള്ളൊരു അനുഭവമാണ്. പിന്നെ അദ്ദേഹം കേരളത്തിൽ സർക്കാർ യുവാവ് എന്നുള്ള നിലയ്ക്ക് യാത്ര ചെയ്ത സമയത്ത് അദ്ദേഹം വർക്കല വെച്ചെന്ന ഒരു ബൈഠക്കുണ്ടായിരുന്നു, പ്രാന്ത പ്രജാക്ഷൻ ബാക്കി കാര്യങ്ങൾ. അതിൽ എല്ലാവരുമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരവും ചർച്ചയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ പ്രവർത്തനത്തിനൊരു ദിശ കൊടുക്കുന്നൊരു ബൈഠക്കായിരുന്നു. അതുകൊണ്ട് ദേവർജിയായിട്ട് നമ്മൾ ആ ഒരു ഇതിലുള്ള പരിചയം കാര്യങ്ങളുണ്ട്. അദ്ദേഹം പിന്നെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ബ്ലണ്ടായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന പ്രകൃതക്കാരനൊക്കെ ആയ കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രകൃതം അറിയാം. കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇവിടെ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ കംപ്ലീറ്റായിട്ടൊരു ക്രിസ്ത്യൻ ഡോമിനേഷൻ എല്ലാ കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. കേരളം മുഴുവൻ ഒരു ടൗൺ പോലെയാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ഡയറക്ഷനൊക്കെ ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടാറുണ്ടായിരുന്നു. ശരിക്ക് നമ്മുടെ ദേവർഷിയുടെ വരവ് അത് 73-ൽ പൂജന് ഗുരുജിയുടെ ഇത് കഴിഞ്ഞ ശേഷം തൃശ്ശൂർ വെച്ചിട്ട് വലിയൊരു ക്യാമ്പ് നടത്തിയിരുന്നു. ആ ക്യാമ്പിൽ സർസംഘചാലകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വന്നിരുന്നു. അതും കേരളത്തിലെ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സംഗതിയാണ്. 3 ദിവസം ദേവർഷി സ്വയം സേവകരുടെ തന്നെ അവിടെ ടെൻറ്റ് പോലെ കെട്ടിട്ട് അതിലാണ് അദ്ദേഹം താമസിച്ചതും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് മാർഗദർശനം കിട്ടി. ആ ക്യാമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ റൂട്ട് മാർച്ചും പൊതു ഫംഗ്ഷനും ഒക്കെ കണ്ടിട്ട് കേരളത്തിൽ RSS നുള്ളിക്കളയാൻ പറ്റാത്തൊരു ശക്തിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഗ്രൗണ്ടിൽ റൂട്ട് മാർച്ച് നമ്മുടെ അടിയന്തരാവസ്ഥ കാലഘട്ടം കഴിഞ്ഞ ശേഷം ദേവർഷിയുടെ ആദ്യത്തെ വരവ് കേരളത്തിലുണ്ടായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ ഒരു അതിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണവും ആ പ്രമുഖ ആൾക്കാരുടെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് അവരുടെ മനസ്സിൽ ഉള്ള ആ ഉത്തരവൊക്കെ അത് വലിയൊരു അന്തരീക്ഷം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ദേവർജി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ഗുരുജിയെ പോലെയുള്ളൊരു പ്രതിഭ കാര്യങ്ങളും തന്നെ, പക്ഷേ മാനേജ്മെൻറ്റും ഡയറക്ഷനും അത് കൃത്യമായിട്ട് കൊടുക്കുന്നത് സംഗതിയായിരുന്നു.